മനുഷ്യനും തമ്പുരാന്റെ അടുത്ത് പറയാനൊക്കുന്നില്ല, എനിക്ക് നിയമമില്ല. കാരണം എന്താ? ദൈവത്തിന്റെ നിയമത്തിലുള്ളത്, ദൈവത്തിന്റെ പ്രമാണത്തിലുള്ളത്, ദൈവത്തിന്റെ വ്യവസ്ഥയിലുള്ളത് ആമേൻ സ്വഭാവത്താൽ നീ ചെയ്യുന്നു. അരുത് എന്ന് ദൈവം തന്റെ പ്രമാണത്തിൽ രേഖപ്പെടുത്തിയ ഒരു സംഗതി നീ പ്രമാണമില്ലെന്ന് പറയുമ്പോഴും ദൈവം വിലക്കിയതൊന്ന് നീ ചെയ്യുമ്പോൾ നിന്റെ മനസ്സാക്ഷി നിനക്കെതിരെ നിന്റെ അകത്ത് സാക്ഷ്യം പറയുന്നില്ലേ? മനസ്സാക്ഷിയുടെ സാക്ഷ്യം. നീ തെറ്റു ചെയ്യുമ്പോഴും നിന്റെ മനസ്സാക്ഷി നിന്റെ അകത്ത് നിനക്കെതിരെ ഒരു സാക്ഷ്യം പറയുന്നു. ആ മനസ്സാക്ഷിയുടെ സ്വരം എവിടെ നിന്ന് വന്നു? അത് ദൈവത്തിന്റെ പ്രമാണമാണ്. അപ്പൊ നിയമമില്ലെന്ന് നിനക്ക് നാളെ തമ്പുരാന്റെ അടുത്ത് പറയാൻ പറ്റുമോ? അപ്പൊ നിയമത്താൽ സകല മനുഷ്യന്റെയും അധരത്തെ സ്വർഗം നിശബ്ദമാക്കി. അടുത്ത വചനം, അവന്റെ വിചാരങ്ങൾ തമ്മിൽ തമ്മിൽ കുറ്റം വിധിച്ചു. തെറ്റ് ചെയ്തവൻ, പാപം ചെയ്തവൻ, ദൈവം വിലക്കിയത് മനഃപൂർവ്വം ചെയ്ത മനുഷ്യൻ, ലോകത്തിന്റെ മുൻപിലോ പുറമെയോ താൻ തെറ്റുകാരനാണെന്ന് മനഃപൂർവ്വം അംഗീകരിക്കാതിരിക്കുമ്പോഴും നിന്റെ ഏകാന്തതയുടെ അനുഭവങ്ങളിൽ നിന്റെ വിചാരങ്ങൾ തമ്മിൽ തമ്മിൽ നിന്നെ കുറ്റം വിധിക്കുമ്പോൾ നീ അറിയുക, നിനക്കും ഒരു പ്രമാണമുണ്ട്. അപ്പൊ ദൈവത്തിന്റെ പ്രമാണം ഉണ്ട് എന്നത് റോമാലേഖനം നമ്മെ പഠിപ്പിക്കുന്നു. മനുഷ്യന്റെ മനസ്സാക്ഷി അവനെതിരെ സാക്ഷ്യം പറയുമ്പോഴും അവന്റെ വിചാരങ്ങൾ തമ്മിൽ തമ്മിൽ കുറ്റം ചെലുത്തുമ്പോഴും നീ അറിയുക, ദൈവത്തിന്റെ പ്രമാണം നിന്റെ ഹൃദയത്തിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യനായി പിറന്ന ഏതു വ്യക്തിക്കും ഒരു ന്യായവിധിയുണ്ട്. ലോകത്തിൽ അങ്ങോളം ഇങ്ങോളം ഗ്രാമവീഥികളിൽ, ഗ്രാമങ്ങളിൽ, തെരുക്കോണുകളിൽ, പട്ടണങ്ങളിൽ, ഓഡിറ്റോറിയങ്ങളിൽ, പൊതുസ്ഥലങ്ങളിലൊക്കെ ആമേൻ ടെന്റടിച്ചും ടെന്റടിക്കാതെയും കർത്താവിന്റെ നാമവും സുവിശേഷവും ഇങ്ങനെ മാറിയും തിരിഞ്ഞും വിളിച്ചു പറയുന്നതിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ആമേൻ മനുഷ്യനായി ജനിച്ചവന്റെ മേൽ വെളിപ്പെടാനിരിക്കുന്ന ന്യായവിധിയുടെ കരുത്ത ശബ്ദത്തിന്റെ മുൻപിൽ നിന്ന് മനുഷ്യൻ രക്ഷപ്പെടേണ്ടതിന് ആമേൻ സ്വർഗമൊരുക്കിയ വിടുതലിന്റെ സംവിധാനമാണ് സുവിശേഷത്തിന്റെ പ്രഘോഷണം. വെൺമണി ദേശത്തിന്റെ മേൽ വെളിപ്പെടാനിരിക്കുന്ന ന്യായവിധിയുടെ അനുഭവത്തിൽ നിന്ന് ദേശമേ നിന്നെ വീണ്ടെടുക്കാൻ ഈ രാത്രി സ്വർഗം ആഗ്രഹിക്കുന്നത് കൊണ്ട് പിന്നെയും ദേശത്തോട് ദൈവം തന്റെ സുവിശേഷത്തെ അറിയിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവിൽ ഈ ദൈവമനുഷ്യൻ ഇപ്രകാരം രേഖപ്പെടുത്തി. ഇതിനെല്ലാം ശേഷം എന്റെ സുവിശേഷത്താൽ മനുഷ്യന്റെ രഹസ്യങ്ങളെ ദൈവം വിധിക്കുന്ന നാളിൽ അത് വെളിപ്പെട്ടു വരും. സുവിശേഷത്തിന് ചെവി കൊടുക്കാതെ നിന്റെ ഇഷ്ടം പോലെ അഭക്തിക്കും അനീതിക്കും അനുസരിച്ച് പുച്ഛസ്വരത്തോടെ നീങ്ങുന്ന മനുഷ്യ, നിന്നോട് ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, ആമേൻ, വെളിപ്പെട്ടു വരുന്ന സുവിശേഷത്താൽ നിന്നെ ന്യായം വിധിക്കുന്ന നാളിൽ നിന്റെ ഹൃദയത്തിൽ വന്ന രഹസ്യങ്ങൾ തമ്പുരാന്റെ മുൻപിൽ വെളിപ്പെട്ടു വരും. മാറ്റമില്ല. നിന്റെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ ദൈവം എഴുതിവെച്ച പ്രമാണത്തിനനുസരിച്ച് വേദപുസ്തകം വായിച്ചിട്ടില്ല, നീ കേട്ടിട്ടില്ല, നീ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല, നിനക്ക് താല്പര്യവുമില്ല, സാരമില്ല. പക്ഷേ ആമേൻ, ഇതൊന്നും സംഭവിക്കാതിരിക്കുമ്പോഴും നിന്റെ മനസ്സിന്റെ അകത്തളങ്ങളിൽ ഹൃദയത്തിൽ ദൈവം എഴുതിവെച്ച പ്രമാണത്തിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കാതെ വീണ്ടും പഴയകാല ജീവിത ശൈലിയിൽ അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന ഏതു മനുഷ്യന്റെ നേർക്കും വെളിപ്പെടുന്ന ദൈവത്തിന്റെ ക്രോധാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടേണ്ടതിന് ഇന്ന് രാത്രി ഗ്രാമത്തിന്റെ നടുവിൽ വീണ്ടും ദൈവത്തിന്റെ സുവിശേഷത്തിന്റെ ശബ്ദത്തെ ആമേൻ പരിശുദ്ധ ആത്മാവ് ഈ രാത്രി വീണ്ടും വിളിച്ചു പറയുകയാണ്. ദേശമേ, ഒരു ന്യായവിധി വരുന്നു.
ദേശമേ, ഒരു ന്യായവിധി വരുന്നു. ദേശമേ, ഒരു ന്യായവിധി വരുന്നു. ഈ യോഗത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ഒരു ആലോചന ചോദിക്കുമ്പോഴും പരിശുദ്ധാത്മാ പലവട്ടം എന്റെ ഉള്ളത്തിൽ ശക്തിയോടെ പ്രകാശിപ്പിച്ച ഒരു ദൂതാണ് ഇന്ന് രാത്രി ഞാൻ ഈ ദേശത്തോട് പങ്കുവെക്കുന്നത്. ദേശത്തിന്റെ മേലൊരു ന്യായവിധി വരുന്നു. അപ്പൊ മനസാക്ഷി സാക്ഷ്യം പറയുകയും വിചാരങ്ങൾ തമ്മിൽ കുറ്റം വിധിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അനുഭവത്തിൽ മനുഷ്യൻ ദൈവത്തിന്റെ നീതി അനുഭവിക്കാൻ അവന് നിവർത്തിയില്ല. കാരണം നിയമത്തിന്റെ മുൻപിൽ താൻ വരുമ്പോൾ നിയമത്തെ അതിന്റെ പൂർണ്ണമായ വ്യവസ്ഥകളിൽ അംഗീകരിച്ചും അനുസരിച്ചും നിൽക്കാൻ മനുഷ്യൻ പരാജയപ്പെട്ടു പോയി. 1-ാം അധ്യായം ദൈവത്തെക്കുറിച്ച് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താത്തതിനെ അശുദ്ധിയിലേൽപ്പിച്ചു കൊടുത്ത ചരിത്രം പറഞ്ഞ് 2-ാം അധ്യായത്തിൽ വന്ന് ആമേൻ പ്രമാണമുള്ളതിനെയും പ്രമാണമില്ലാത്തതിനെയും ആമേൻ ന്യായം വിധിക്കുമെന്ന് പറഞ്ഞ് 3-ാം അധ്യായത്തിൽ സ്വർഗം വിളിച്ചു പറഞ്ഞു, നീതിമാൻ ആരുമില്ല, ഒരുവൻ പോലുമില്ല. ദൈവത്തെ അന്വേഷിക്കുന്നവനില്ല, ഗ്രഹിക്കുന്നവനുമില്ല, ഒരുവൻ പോലുമില്ല. നീതിമാൻ ആരുമില്ലെന്ന് പറഞ്ഞാൽ, ദൈവിക വ്യവസ്ഥകൾക്ക് കീഴ്പ്പെട്ടു പോകുന്ന മനുഷ്യനില്ലെന്ന് പറഞ്ഞാൽ, അഥവാ ആഗ്രഹമുണ്ടെങ്കിലും പരാജയപ്പെടുമെന്ന് പറഞ്ഞാൽ, ദൈവിക വ്യവസ്ഥകളെ ലംഘനം സംഭവിച്ചെന്ന് പറഞ്ഞാൽ, ദൈവത്തിന് നിയമമനുസരിക്കുന്നതിൽ മനുഷ്യൻ പരാജിതനായെന്ന് പറഞ്ഞാൽ, പ്രവർത്തികളാൽ അവന് വിടുതൽ പ്രാപിക്കാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞാൽ, അനുഗ്രഹത്തിനു പകരം ശാപം, വിടുതലിന് പകരം കെടുതി, ഇരുളും മരണവും തകർച്ചയും നിരാശയും, ഒരുവൻ പോലും വിടുതൽ പ്രാപിക്കാൻ കഴിയാതെ പരാജയത്തിന്റെ മണ്ഡലങ്ങളിൽ തകർന്നു. ദൈവത്തിന്റെ നീതി നീതിമാനായ തമ്പുരാന്റെ മുൻപിൽ ദൈവത്തിന്റെ നിയമങ്ങളെ അനുസരിക്കുന്നതിൽ പരാജയപ്പെട്ട് തകർന്നുപോയി കിടക്കുന്ന മനുഷ്യൻ. തമ്പുരാനോടൊരു ചോദ്യം, നിയമം പാലിക്കാൻ പരാജയപ്പെട്ട് വ്യവസ്ഥകൾ അനുസരിക്കുന്നതിൽ പരാജയപ്പെട്ടു തകർന്നുപോയി അർഹതയില്ലാതെ കിടക്കുന്ന ഈ മനുഷ്യൻ ഇനി എങ്ങനെ വിടുതൽ പ്രാപിക്കും? അങ്ങ് നീതിമാനായി, അങ്ങ് അധികാരമുള്ളവനായി ഒക്കെ വെളിപ്പെട്ട കഴിഞ്ഞകാല അധ്യായങ്ങൾ ഞങ്ങൾ വായിച്ചു. എന്നാൽ നിയമവും പ്രമാണവും അനുസരിക്കാൻ പരാജയപ്പെട്ട് ആമേൻ വിടുതലിന് യോഗ്യതയില്ലാതെ അർഹത നഷ്ടപ്പെട്ട് കിടക്കുന്ന ഈ മനുഷ്യനെ ഇനി എങ്ങനെ അങ്ങേക്ക് വിടുവിക്കാൻ കഴിയും? സ്വർഗം പറയുന്നു, ആമേൻ അവർ അവിശ്വസ്തരായി, ആമേൻ ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അവരുടെ അവിശ്വസ്തത കൊണ്ടും അവരുടെ അവിശ്വാസം കൊണ്ടും എന്റെ വിശ്വസ്തതയ്ക്ക് മാറ്റമില്ല. ഞാൻ പറഞ്ഞു, ഞാൻ വിശ്വസ്തനായ ദൈവം, എന്റെ വിശ്വസ്തതയാൽ. എന്താ അങ്ങയുടെ വിശ്വസ്തത? അങ്ങയുടെ വിശ്വസ്തത എന്താ? ഇവർക്ക് അർഹതയില്ല വിടുതലിന്, ദൈവിക അനുഗ്രഹത്തിന് ഇവർക്ക് യോഗ്യതയില്ല. ഇവരുടെ ജീവിതാനുഭവങ്ങൾ തെളിയിച്ചു ദൈവിക വ്യവസ്ഥകൾ അനുസരിക്കുന്നതിൽ ഇവർ പരാജയപ്പെട്ടവരാ. നന്മ അനുഭവിക്കാൻ യോഗ്യതയില്ലാത്ത അവസ്ഥയിൽ ഇവർ കിടക്കുകയാ. അങ്ങ് പറയുന്നു അങ്ങ് വിശ്വസ്തനാണെന്ന്. എങ്ങനെയെന്ന് തെളിയിക്കും? പ്രവർത്തികളാൽ ഈ മനുഷ്യൻ വിടുവിക്കപ്പെടുന്നില്ല. ഇവൻ ചെയ്യുന്നതൊന്നുകൊണ്ടും ഇവൻ വിടുവിക്കപ്പെടുന്നില്ല. ഇവറ്റകൾക്ക് അർഹതയില്ല. തമ്പുരാൻ പറഞ്ഞു, സാരമില്ല, അവർ അവിശ്വസ്തരാണെങ്കിലും ഞാൻ വിശ്വസ്തനാണ്. ഇനി അവർക്ക് അർഹതയില്ലെങ്കിലും സാരമില്ല. അർഹതയില്ലാത്തത്, ഒരു നന്മയ്ക്ക് പോലും അർഹതയില്ലാതെ അവർ കിടക്കുമ്പോൾ അർഹതയില്ലാത്ത നന്മ അവർക്ക് കൊടുക്കുന്ന കൃപയായി ഞാൻ അവർക്ക് വെളിപ്പെടുത്തും.